തിരുവനന്തപുരം കുമാരപുരത്ത് CNG ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച താൽക്കാലികമായി അടച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഈ ചോർച്ച സംഭവിച്ചത്. അമൽ തെരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, കുമാരപുരത്ത് ഏത് ഭാഗത്താണ് ഈ ചോർച്ചയുണ്ടായത്? പൈപ്പ് ലൈനിലെ ചോർച്ച തടയാൻ കഴിഞ്ഞ സമയത്ത് തന്നെ പിന്നീടുള്ള പരിശോധനകൾ എങ്ങനെയാണ്? അവിടെ ഇപ്പോഴും ഈ വീടുകളിലേക്ക് നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്കൊക്കെ പോകുന്ന പൈപ്പ് ലൈനാണ്. അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ ഇപ്പോൾ? പ്രജീഷ, ഒരു അരമണിക്കൂറോളം സമയം ഈ ചോർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം ചോർച്ച അടച്ചിട്ടുണ്ട്. ചോർച്ച അടച്ചു എന്ന് പറയുമ്പോൾ ഈ പൈപ്പിൽ പൊട്ടലുണ്ടായ ഭാഗത്ത് പരിഹാരമുണ്ടാക്കിയല്ല ചോർച്ച അടച്ചത്. ഇവിടേക്ക് ഗ്യാസ് എത്തുന്ന മെയിൻ പൈപ്പ് ലൈൻ അടച്ചതിന് ശേഷമാണ് ഈ ചോർച്ച നിർത്താൻ കഴിഞ്ഞത്. ഇപ്പോഴെന്തായാലും ചോർച്ച ഇല്ല ഇവിടെ എന്ന് പറയാം. പക്ഷേ ഏകദേശം 500ഓളം കുടുംബങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം ആണ് തടസ്സപ്പെടാൻ പോകുന്നത്. അധികം വൈകാതെ ഇത് ശരിയാക്കിയില്ല എങ്കിൽ, ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടില്ല, പക്ഷേ അധികം വൈകാതെ ശരിയാക്കിയില്ല എങ്കിൽ ഏകദേശം 500ഓളം വീടുകളിൽ പ്രശ്നമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റോഡിൽ നിന്നും വളരെ കുറച്ച് ആഴത്തിൽ മാത്രമായിരുന്നു ഈ പൈപ്പ് കുഴിച്ചിട്ടിരുന്നത്. അതിനാൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ഈ പൈപ്പ് പൊട്ടുകയായിരുന്നു. JCB ഉപയോഗിച്ചുകൊണ്ട് ആ വാതകം ചോരുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ കുറേ അധികം സമയമായിരുന്നു. അതിനുശേഷമാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം ഈ ഗ്യാസിൻ്റെ ഏജൻസിയും ഇവിടേക്ക് എത്തി ഈ പ്രശ്നപരിഹാരം കണ്ടത്. ഇപ്പോൾ പൂർണ്ണമായ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഗ്യാസ് ചോരുന്നത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ഗ്യാസ് ഇവിടേക്ക് പടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്യാസ് അല്ല, ഇത് വായുവിലേക്ക് വേഗം ലയിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, അങ്ങനെ തീപിടുത്തത്തിൻ്റെതായ പ്രശ്നങ്ങളില്ല. പക്ഷേ അതിനുമപ്പുറത്ത് ഇത് ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളുമുണ്ട്. അതോടൊപ്പം ഈ വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണം തടസ്സപ്പെടുന്ന പ്രതിസന്ധിയുണ്ട്. ഇപ്പോഴെന്തായാലും വി മുരളീധരൻ MLA അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് മടങ്ങിയിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഗ്യാസ് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പരിഹരിച്ചുകൊണ്ട് മാത്രം ഇതാകുമോ എന്നുള്ളതാണ്. നമ്മൾ ഈ നേരെ കാണുന്ന വഴി എന്ന് പറയുന്നത് കുമാരപുരത്ത് നിന്ന് കിംസിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ വളരെ കുറച്ച് ആഴത്തിൽ മാത്രമാണ് ഈ പൈപ്പ് എല്ലായിടങ്ങളിലും കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ, റോഡിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഗ്യാസ് തടസ്സപ്പെടുമോ എന്നൊരാശങ്കയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കുമാരപുരത്താണ് CNG പൈപ്പ് ലൈനിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചോർച്ചയുണ്ടായത്.